കാർഷിക സർവകലാശാലയിൽ കൃഷിമന്ത്രി ടി സിദ്ദിഖിന് വിദ്യാർത്ഥികൾ കൊടുത്ത 8ന്റെ പണിയുടെ ദൃശ്യം വൈറലായിട്ടുണ്ട്. സർവകലാശാലകളിലെല്ലാം ഏകാധിപതിയെ പോലെ കുട്ടികൾക്ക് വിനോദം പാടില്ല, ചിലവ് ചുരുക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ അടങ്ങിയ ഉത്തരവെല്ലാം പുറപ്പെടുവിച്ചിട്ട് കാർഷിക സർവകലാശാലയുടെ പരിപാടിയിൽ ഒരു സുൽത്താനെ പോലെ സിദ്ദിഖ് നേരെ പങ്കെടുക്കാൻ ചെന്ന അതേ വേദിയിലിരുത്തിയിട്ട് മന്ത്രി പുറത്തിറക്കിയ ഉത്തരവ് കീറി എറിഞ്ഞാൽ എങ്ങനെയിരിക്കും? ഇങ്ങനെയിരിക്കും. ഇതൊരു പ്രൊഫഷണൽ കോളേജ് ആയതിന്റെ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പല പരിപാടികളും ഓർഗനൈസ് ചെയ്യാറ്. സമയമായിക്കോട്ടെ, ചിലപ്പോൾ 1-2 പരിപാടികളെ കാണുള്ളൂ ഒരു വർഷത്തില്. അപ്പം അതിനു പോലും എതിരെ നിൽക്കുന്ന ഒരു ഓർഡറാണ് ഇപ്പൊ ഇന്ന് വന്നിട്ടുള്ളത്. ഞാൻ ആ ഓർഡർ ഒന്ന് വായിക്കാം. കേരള കാർഷിക സർവകലാശാല കോളേജുകളിലെ വിദ്യാർത്ഥികൾ നടത്തുന്ന പരിപാടികൾ ചെലവ് കുറഞ്ഞതും ഉദ്ദേശബോധ്യത്തോടെയും സാമ്പത്തിക അച്ചടക്കത്തോടെയും സംഘടിപ്പിക്കുന്നതും ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. എല്ലാ കോളേജുകളിലെയും വിദ്യാർത്ഥികൾക്ക് താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ നൽകേണ്ടതാണ്. വിദ്യാർത്ഥികളുടെ പരിപാടികൾ ആവശ്യതയെ അടിസ്ഥാനമാക്കിയുള്ളതും ചെലവ് കുറഞ്ഞതുമായ രീതിയിൽ സംഘടിപ്പിക്കണം. അനാവശ്യവും അമിതവുമായ ചെലവുകൾ പൂർണ്ണമായും ഒഴിവാക്കണം. ഉയർന്ന പ്രതിഫലം ഈടാക്കുന്ന ബാൻഡുകൾ, DJ, മറ്റ് സമാന വിനോദ പരിപാടികൾ എന്നിവയ്ക്കായി സർവകലാശാലയുടെയോ വിദ്യാർത്ഥികളുടെയോ സാമ്പത്തിക വിഹിതം അനാവശ്യമായി വിനിയോഗിക്കാൻ അനുവദിക്കരുത്. വിദ്യാർത്ഥികളുടെ അക്കാദമിക, സാംസ്കാരിക, സാഹിത്യ, കായിക, വ്യക്തിത്വ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് പരിപാടികൾ സംഘടിപ്പിക്കാൻ വിദ്യാർത്ഥി സംഘടനകളെ പ്രോത്സാഹിപ്പിക്കണം. വിദ്യാർത്ഥികളുടെ എല്ലാ പരിപാടികളും സർവകലാശാലയുടെ നിലവിലുള്ള ചട്ടങ്ങളും സാമ്പത്തിക അച്ചടക്കവും പാലിച്ചുകൊണ്ടായിരിക്കണം എന്ന് ഉറപ്പുവരുത്തണം. മേൽ പറഞ്ഞ നിർദ്ദേശങ്ങളെല്ലാം കോളേജുകളെയും വിദ്യാർത്ഥികളെയും ശ്രദ്ധയിൽപ്പെടുത്തി കർശനമായി പാലിക്കുന്നതിനാവശ്യമായ നടപടികൾ കോളേജ് മേധാവികൾ സ്വീകരിക്കേണ്ടതാണ്. ഇതിന് ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഒറ്റ മറുപടിയേ ഉള്ളൂ. പുറത്തുള്ള പല കോളേജുകളിലും പരിപാടികൾ നടത്തുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളോട് ചോദിക്കാറുണ്ട്, ഇവിടെ എന്താണ് അങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ നടത്തിക്കൂടാന്ന്. അപ്പം ഇതിനുള്ള പരിമിതികൾ നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ വിദ്യാർത്ഥികൾ അകമൊഴിഞ്ഞതിന് പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇതിനെന്താണ്, ഒരുപാട് തടസ്സങ്ങൾ നമ്മുടെ സർവകലാശാലയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഈ സെൻട്രൽ ഓഡിറ്റോറിയത്തിന്റെ ഫീസ് അവർ 33,000 ആയിട്ട് ഉയർത്തി. 7,500 ഉണ്ടായിരുന്നത്. അതായത് ഒരു യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കാനല്ലെങ്കിൽ ഈ സെൻട്രൽ ഓഡിറ്റോറിയം ഇവിടെ എന്തിനാണ് പണിതത്? അത് വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി നൽകേണ്ടതാണ്, അല്ലേ? നിങ്ങളുടെ ഓരോരുത്തരും പറയണം. എല്ലാ കോളേജുകളിലും ഇവിടെ പരിപാടി നടത്താറുണ്ട്. വർഷത്തിൽ 1-2 പരിപാടികൾ. അതിനൊരു 33,000 രൂപ വേണമെന്നാണ് പറയുന്നത്. ഇതെവിടെ തന്നെയാണ്? വിദ്യാർത്ഥികൾ മനഃപൂർവ്വം ചെയ്തതല്ല, ചെയ്യിപ്പിച്ചതാണ്. സർവകലാശാലകളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിക്കുന്നിടത്തോളം അവരുടെ ജീവിതത്തിന്റെ സുവർണ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ വിനോദങ്ങളെല്ലാം ഒഴിവാക്കണം, ചെലവ് ചുരുക്കണം. ബാക്കിയുള്ള എല്ലാ സർവകലാശാലകളിലും ആകാം, കാർഷിക സർവകലാശാലയിൽ ഞാനെന്ന സുൽത്താൻ ഭരിക്കുന്നിടത്ത് ഇതൊന്നും പാടില്ല. എല്ലാവരും അച്ചടക്കത്തോടെ അടങ്ങി ഒതുങ്ങി കഴിയേണ്ട ഇടമാണ് സർവകലാശാല എന്ന നിലയ്ക്ക് പുതിയ കാലഘട്ടത്തിൽ കുട്ടികളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലുള്ള ഇടപെടൽ നടത്തുമ്പോൾ ആ വേദിയിൽ നിന്ന് ഉത്തരവ് വലിച്ചു കീറിയ വിദ്യാർത്ഥി ചോദിച്ച പ്രസക്തമായ ചോദ്യങ്ങൾക്ക് മന്ത്രിക്ക് ഉത്തരമുണ്ടോ? അതായത്, നിങ്ങൾ ചിലവ് ചുരുക്കണം, കുട്ടികൾക്ക് വേണ്ടി അവർ കൊടുക്കുന്ന പണം ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സർവകലാശാല ഈടാക്കുന്നത് 33,000 രൂപ, 7,000 രൂപയാണ് ഉണ്ടായിരുന്നത്. അവരുടെ പണത്തിന് നിർമ്മിച്ച് അവർക്ക് തന്നെ കൂടിയ റെന്റിന് കൊടുക്കുന്നതൊന്നും മന്ത്രിയുടെ പ്രശ്നമല്ല. പക്ഷേ നിങ്ങൾ ചെലവ് ചുരുക്കണം. നിങ്ങൾ സർവകലാശാലകൾക്കകത്ത് നടക്കുന്ന ആഘോഷ പരിപാടികളിൽ ബാൻഡുകൾ ഒഴിവാക്കണം, എന്നിട്ട് സർവകലാശാലകൾ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനാ നിരതമായി കയ്യും കെട്ടി നിങ്ങൾ രാവിലെ മുതൽ വന്ന് ബോർഡിംഗ് സ്കൂളുകളിൽ ഇരുന്നിട്ട് പോകുന്ന പോലെ പൊയ്ക്കോളണം. ഇതായിരുന്നു ഉത്തരവ്. ഏതെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ അംഗീകരിക്കുമോ? ഒരിക്കലും അംഗീകരിക്കില്ല. അതുകൊണ്ടാണ് സ്വാഭാവിക പ്രതികരണം ഉണ്ടായത്. കൃഷിമന്ത്രി എന്നുള്ള നിലയ്ക്ക് കാർഷിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ചുമതലയുള്ള വ്യക്തി ഇങ്ങനെയുള്ള ഇന്നത്തെ കാലഘട്ടത്തിന് യോജിക്കാത്ത തരത്തിലുള്ള ഉത്തരവുകൾ പുറത്തിറക്കിയാൽ കുട്ടികൾ അംഗീകരിക്കുമോ? ഇല്ല. അവർ പുതിയ കാലഘട്ടത്തിന്റെ പ്രതീകങ്ങളാണ്. അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്? ഞാൻ പഠിച്ച കാലഘട്ടം പോലെ തന്നെ ഇന്നും നടപ്പാക്കണമെന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റുമോ? കേരളത്തിലെ ബാക്കിയുള്ള എല്ലാ സർവകലാശാലകൾക്കുമാകാം, പക്ഷേ കാർഷിക സർവകലാശാലയ്ക്ക് പാടില്ല എന്ന് പറയുമ്പോൾ അവിടെ പഠിക്കുന്നതും കുട്ടികളാണ്. സ്വാഭാവിക പ്രതികരണമാണ്. അതുകൊണ്ടാണ് ഇത്രയും പേർ നിറഞ്ഞിരിക്കുന്ന സദസ്സിൽ മന്ത്രിയെ കൂടി ഇരുത്തി ആ ഉത്തരവ് വലിച്ചു കീറുമ്പോൾ ആ വലിച്ചു കീറിയതിന് ഇത്രയും കയ്യടി കിട്ടി എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തിക്കൊപ്പമാണ് വിദ്യാർത്ഥികൾ ഒന്നടങ്കമെന്നാണ്. അപ്പോ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണ് സർവകലാശാലകൾ.
വിദ്യാർത്ഥികളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഉത്തരവുകൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കീറിയെറിയും. അത് കണ്ട് നാണം കെട്ട് തലയും കുനിച്ചിരിക്കാനേ മന്ത്രിമാർക്ക് കഴിയുള്ളൂ. പുതിയ മന്ത്രിസഭ അധികാരമേറ്റ് 2 മാസമേ ആയുള്ളൂ. ഹണിമൂൺ പീരീഡ് തീരുന്നതിന് മുന്നോടിയായിട്ടാണ് ഇങ്ങനെയുള്ള കാഴ്ചകൾ കൂടി വരുന്നത്. വന്ന് അധികാരത്തിൽ കയറുന്നതിന് മുന്നോടിയായിട്ട് ഓരോ വകുപ്പുമായി ബന്ധപ്പെട്ട് ആ മേഖലയിലെ വിദ്യാർത്ഥികളുടെ രക്തത്തിൽ പിടിക്കാത്ത തരത്തിലുള്ള ഉത്തരവുകൾ വരെയാണ് പുറത്തിറക്കി തുടങ്ങിയിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന ദൃശ്യം. ഇതൊരു പ്രൊഫഷണൽ കോളേജ് ആയതിന്റെ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പല പരിപാടികളും ഓർഗനൈസ് ചെയ്യാറ്. സമയമായിക്കോട്ടെ, ചിലപ്പോ 1-2 പരിപാടികളെ കാണുള്ളൂ ഒരു വർഷത്തില്. അപ്പം അതിനു പോലും എതിരെ നിൽക്കുന്ന ഒരു ഓർഡറാണ് ഇപ്പൊ ഇന്ന് വന്നിട്ടുള്ളത്. ഞാൻ ആ ഓർഡർ ഒന്ന് വായിക്കാം. കേരള കാർഷിക സർവകലാശാല കോളേജുകളിലെ വിദ്യാർത്ഥികൾ നടത്തുന്ന പരിപാടികൾ ചെലവ് കുറഞ്ഞതും ഉദ്ദേശബോധ്യത്തോടെയും സാമ്പത്തിക അച്ചടക്കത്തോടെയും സംഘടിപ്പിക്കുന്നതും ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. എല്ലാ കോളേജുകളിലെയും വിദ്യാർത്ഥികൾക്ക് താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ നൽകേണ്ടതാണ്. വിദ്യാർത്ഥികളുടെ പരിപാടികൾ ആവശ്യതയെ അടിസ്ഥാനമാക്കിയുള്ളതും ചെലവ് കുറഞ്ഞതുമായ രീതിയിൽ സംഘടിപ്പിക്കണം. അനാവശ്യവും അമിതവുമായ ചെലവുകൾ പൂർണ്ണമായും ഒഴിവാക്കണം. ഉയർന്ന പ്രതിഫലം ഈടാക്കുന്ന ബാൻഡുകൾ, DJ, മറ്റ് സമാന വിനോദ പരിപാടികൾ എന്നിവയ്ക്കായി സർവകലാശാലയുടെയോ വിദ്യാർത്ഥികളുടെയോ സാമ്പത്തിക വിഹിതം അനാവശ്യമായി വിനിയോഗിക്കാൻ അനുവദിക്കരുത്. വിദ്യാർത്ഥികളുടെ അക്കാദമിക, സാംസ്കാരിക, സാഹിത്യ, കായിക, വ്യക്തിത്വ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് പരിപാടികൾ സംഘടിപ്പിക്കാൻ വിദ്യാർത്ഥി സംഘടനകളെ പ്രോത്സാഹിപ്പിക്കണം. വിദ്യാർത്ഥികളുടെ എല്ലാ പരിപാടികളും സർവകലാശാലയുടെ നിലവിലുള്ള ചട്ടങ്ങളും സാമ്പത്തിക അച്ചടക്കവും പാലിച്ചുകൊണ്ടായിരിക്കണം എന്ന് ഉറപ്പുവരുത്തണം. മേൽ പറഞ്ഞ നിർദ്ദേശങ്ങളെല്ലാം കോളേജുകളെയും വിദ്യാർത്ഥികളെയും ശ്രദ്ധയിൽപ്പെടുത്തി കർശനമായി പാലിക്കുന്നതിനാവശ്യമായ നടപടികൾ കോളേജ് മേധാവികൾ സ്വീകരിക്കേണ്ടതാണ്. ഇതിന് ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഒറ്റ മറുപടിയേ ഉള്ളൂ. പുറത്തുള്ള പല കോളേജുകളിലും പരിപാടികൾ നടത്തുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളോട് ചോദിക്കാറുണ്ട്, ഇവിടെ എന്താണ് അങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ നടത്തിക്കൂടാന്ന്. അപ്പം ഇതിനുള്ള പരിമിതികൾ നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ വിദ്യാർത്ഥികൾ അകമൊഴിഞ്ഞ് ഇതിന് പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇതിനെന്താണ്, ഒരുപാട് തടസ്സങ്ങൾ നമ്മുടെ സർവകലാശാലയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഈ സെൻട്രൽ ഓഡിറ്റോറിയത്തിന്റെ ഫീസ് അവർ 33,000 ഉയർത്തി. 7,500 ഉണ്ടായിരുന്നത്. അതായത് ഒരു യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കാനല്ലെങ്കിൽ ഈ സെൻട്രൽ ഓഡിറ്റോറിയം ഇവിടെ എന്തിനാണ് പണിതത്? അത് വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി നൽകേണ്ടതാണ്, അല്ലേ? നിങ്ങളെ ഓരോരുത്തരും പറയണം. എല്ലാ കോളേജുകളിലും ഇവിടെ പരിപാടി നടത്താറുണ്ട്. വർഷത്തിൽ 1-2 പരിപാടികൾ. അതിന് ഒരു 33,000 രൂപ വേണമെന്നാണ് പറയുന്നത്. ഇതെവിടെ തന്നെയാണ്?